Welcome to Arcade Stories. ഇനിയും ഈ വഴിയെ അവസാന ഭാഗം. ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു ന്യൂ ഇയർ ഇവായിരുന്നു അന്ന്. കൂർഗിലുള്ള കൂർഗ് വൈൽഡ്നസ് റിസോർട്ടിലെ സ്യൂട്ട് റൂമിന്റെ ബാൽക്കണിയിലെ സ്വിംഗ് ചെയറിലിരുന്ന് ആടുന്ന മഹിയുടെ മടിയിലിരുന്ന് അവന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ആമ്പൽ. റിസോർട്ടിന്റെ വാക്വേയിലെ വാം ലൈറ്റുകൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ വഴിയിലൂടെ കൈകോർത്തു പിടിച്ച് കിന്നരിച്ചു നടക്കുന്നവരെ ബാൽക്കണിയിൽ ഇരുന്നാൽ കാണാം. ന്യൂ ഇയർ ഇവായതുകൊണ്ട് തന്നെ റിസോർട്ടിൽ നല്ല തിരക്കുണ്ട്. പുകയുടെ ഒരു പുതപ്പ് പോലെ കോടമഞ്ഞ് വൃക്ഷത്തലപ്പുകളെ പുതപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ മഞ്ഞിന്റെ പുതപ്പിന് സ്വർണ്ണ വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് വാം ലൈറ്റുകൾ തെളിഞ്ഞു നിന്നു. എന്നാലും ഹൈദരാബാദിലുണ്ടായിരുന്ന ആ സാറ നിന്നെ അവളുടെ കല്യാണത്തിന് പോലും ഒന്ന് വിളിച്ചില്ലല്ലോടി മണിക്കുട്ടിയെ. അവളുടെ തലമുടിയിൽ ചിക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മഹി പറഞ്ഞത് കേട്ട് അവൾ മുഖമുയർത്തി അവനെ നോക്കി. അത് പിന്നെ എന്റെ പിന്നാലെ നടന്നിരുന്ന ആ രജനീഷിനെ തന്നെയല്ലേ അവൾ കെട്ടിയേ? അപ്പൊ ഉള്ളിലൊരു കുശുമ്പ് കാണാതിരിക്കോ? അവന്റെ താടിയിൽ പിടിച്ച് ഇളക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അതാ എനിക്കും മനസ്സിലാവാത്തെ. നിന്റെ പുറകെ നടന്നിരുന്നവനെ അവൾ എന്തിനു കെട്ടി? അത് കേട്ടതോടെ ആമ്പൽ ഉത്സാഹത്തോടെ അവന്റെ മടിയിൽ നേരെയിരുന്നു. എടാ, ഞാനെന്ന് ഹൈദരാബാദിൽ നിന്ന് പോരുന്നേരം അങ്ങേര് വിചാരിച്ചിരുന്നതേ നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ തിരികെ ഹൈദരാബാദിലേക്ക് എത്തുമെന്നായിരുന്നു. എന്നെ കാണാതായതോടെ സങ്കടം പറയാൻ പുള്ളിക്കാരൻ സാറയുടെ അടുത്ത് ചെല്ലല് ഒരു പതിവായി. ആശ്വസിപ്പിക്കാൻ അവളും. അങ്ങനെ ആശ്വസിപ്പിച്ച് ഒടുവിലെ ആശ്വസിപ്പിക്കല് അവളങ്ങ് സ്ഥിരമായി ഏറ്റെടുത്തു. കെട്ടാൻ പോകുന്നവൻ സ്നേഹിച്ചിരുന്നവളെ കല്യാണത്തിന് വിളിക്കാൻ തക്ക മഹാമനസ്കതയുള്ള പെണ്ണുങ്ങളൊന്നും ഇന്നേ വരെ ജനിച്ചിട്ടില്ലെന്നാ എന്റെ ഒരു അറിവ്. അതുകൊണ്ടായിരിക്കും അവളും എന്നെ കല്യാണത്തിന് വിളിക്കാതിരുന്നത്. അവൾ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് ചാരി. അങ്ങനെ ഒരുത്തൻ ഹൈദരാബാദിൽ വെച്ച് നിന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് നീ എന്നോട് പറഞ്ഞതേയില്ല. അവന്റെ മുഖത്ത് കുറുമ്പു നിറഞ്ഞു. പറഞ്ഞില്ലെന്നോ? പറയാതെ പിന്നെ എങ്ങനെയാടാ നീ അറിഞ്ഞത്? അത് കുറെ കഴിഞ്ഞിട്ടല്ലേ. നീ എങ്ങനെ വലിയ വാചകമൊന്നും അടിക്കണ്ട. അവൾ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. ബാംഗ്ലൂർ ഓഫീസിലെ ആ HR അസിസ്റ്റന്റ് മരിയ ഫെർണാണ്ടസ് നിന്റെ പുറകെ നടന്നിരുന്നത് നീ പറഞ്ഞിട്ടാണോ ഞാൻ അറിഞ്ഞത്? അത് പിന്നെ എനിക്കങ്ങോട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് ശരി. അപ്പൊ എനിക്ക് അങ്ങനോട് പ്രണയമായിരുന്നു എന്നാണോ നീ പറയുന്നത്? അവന്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റ ആമ്പൽ തുറന്നു കിടന്നിരുന്ന മുകളിലത്തെ ബട്ടൺസിന്റെ ഇടയിൽ കൂടി അവന്റെ നെഞ്ചിലെ രോമത്തിൽ അള്ളിപ്പിടിച്ച് ആഞ്ഞു വലിച്ചു. നെഞ്ചു തിരുമിക്കൊണ്ട് അവൻ നിലവിളിക്കുന്നതിനിടയിൽ കയ്യിൽ കിട്ടിയ രോമങ്ങൾ അവൾ ഊതിപ്പറപ്പിച്ചു. കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ മഹി അവളുടെ ടീഷർട്ടിൽ പിടിച്ച് വലിച്ച് കയ്യിൽ കടിക്കാൻ ശ്രമിച്ചു. കൊള്ള, നല്ല ഒന്നാന്തരം അങ്കിളും ആന്റിയും. പിള്ളേരുടെ അടിമാറ്റാനായിട്ട് നിങ്ങളോട് പറയാമെന്നും പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ടുവന്ന ഞാനിപ്പോ ആരായി? പിന്നിൽ നിന്നും കേട്ട ശബ്ദത്തിന്റെ ഞെട്ടലിൽ അവരിരുവരും തിരിഞ്ഞു നോക്കി. ബാൽക്കണിയിലേക്കുള്ള വാതിൽക്കൽ നിന്നും ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ നിലത്ത് കിടന്നുരുണ്ടതുപോലെ ഡ്രസ്സ് മുഴുവൻ അഴുക്കുമായി നിൽക്കുന്ന നിളക്കുട്ടിയെയും ആദിക്കുട്ടനെയും ഇരു കൈകളിലുമായി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആമിയെയും അവരോടൊപ്പം നിൽക്കുന്ന ആൽബിക്കുട്ടനെയുമാണ് കണ്ടത്. ആമ്പലും മഹിയും അകന്നുമാറി. ഞങ്ങള് ചുമ്മാ തമാശക്ക്. പതിവ് പോലെ റൂമിന്റെ വാതിൽ ചാരാൻ മറന്നുപോയതിന്റെ ചമ്മലുമായി മഹി തല ചൊറിഞ്ഞു. തമാശക്കായിരുന്നു എന്ന് മനസ്സിലായി. അതിനിടക്ക് തമാശക്കാരന്റെ പപ്പും പൂടയും പറന്നു പോകുന്നതും കണ്ടായിരുന്നു. ആമിയെ കണ്ണു ചിമ്മി ചിരിച്ചപ്പോൾ മഹി അവളെ നോക്കി ഇളിച്ചു കാട്ടി. എന്തിനായിരുന്നു രണ്ടും കൂടി അടി? അതിനിടയിൽ ആമ്പൽ നിളക്കുട്ടിയെയും ആദിക്കുട്ടനെയും അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു. നിളക്കുട്ടിക്ക് ആൽബിയെ ബോയ്ഫ്രണ്ട് ആക്കണം. ആദിക്കാന്നേ അതത്ര പോരാ. അതാണ് പ്രശ്നം. രണ്ടും കൂടി നിലത്ത് കിടന്ന് പൊരിഞ്ഞ അടിയായിരുന്നു. ആബി റെഫറിയും ആമിയെ പ്രശ്നം അവതരിപ്പിച്ചു. അത് കേട്ട ആമ്പൽ മൂക്കത്ത് വിരൽ വെച്ചു. എന്റെ ദൈവമേ, ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഇതൊക്കെ തീരുമാനിക്കണോടി? എന്താ കുഴപ്പം? നിളക്കുട്ടി എളിക്ക് കൈകുത്തി പുരികങ്ങൾ ചുളുക്കി ആന്റിയെ നോക്കി. ഴ എന്ന വാക്ക് ഇപ്പോഴും നിഘണ്ടുവിൽ കണ്ടുപിടിച്ചിട്ടില്ലാത്തവള്
തന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടപ്പോൾ അവർക്ക് ചിരി വന്നു. നീ എന്തിനാടാ വേണ്ടെന്ന് പറഞ്ഞത്? നമ്മുടെ ആൽബിക്കുട്ടൻ മിടുക്കനല്ലേ? ആദിക്കുട്ടന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് മഹി ചോദിച്ചു. നോ, അവളുടെ ബോയ് ഫ്രണ്ട് ആയാലേ ഇവനെ പിന്നെ എന്റെ കൂടെ കളിക്കാൻ വിടത്തില്ല അവള്. മഹി മൂപ്പിച്ചു നിൽക്കുന്ന നിളക്കുട്ടിയുടെ നേർക്കു തിരിഞ്ഞു. ആണോടി കുറുമ്പി? അവൻ ചുമ്മാ പറയുന്നതാ. പതിവ് പോലെ അവൾ കൈ കഴുകി. സാരമില്ലടാ ആദിക്കുട്ട, പോട്ടെ. ഇവിടെ കൊള്ളാവുന്ന വേറെ പെമ്പിള്ളേര് വന്നിട്ടുണ്ടാവും. അതിലൊരെണ്ണത്തിനെ കണ്ടുപിടിച്ച് നമുക്കും സെറ്റാക്കാം. പ്രോമിസ്? അവൻ മഹിക്ക് നേർക്ക് കൈനീട്ടി. പ്രോമിസ്. മഹി ആ കയ്യിലടിച്ച് സത്യം ചെയ്തു. മക്കൾ ഇവിടെ ബോയ് ഫ്രണ്ടിനെയും ഗേൾ ഫ്രണ്ടിനെയും ഒക്കെ തപ്പി നടക്കുന്നത് ഇവറ്റോളുടെ അച്ഛനമ്മമാർ അറിഞ്ഞില്ലേ? മഹി താഴെ നിന്നും എഴുന്നേൽക്കുന്നതിനിടയിൽ ആമ്പൽ ചോദിച്ചു. പിന്നെ നല്ല ആൾക്കാരാ. മഞ്ഞിന്റെ കൈകളോട് കൈകോർത്ത് ഒന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് പിള്ളേരെ എന്നെ ഏൽപ്പിച്ചിട്ടേ 2 ടീമും കൂടി 2 വഴിക്ക് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ബാക്കിയുള്ളവരൊക്കെ എവിടെ? ചെറിയച്ഛനും വിജയച്ചനും വിശ്വനമ്മാവനും ജിനമ്മാവനും കൂടി തൊട്ടപ്പുറത്തെ മുറിയിൽ കൂടിയിട്ടുണ്ട്. കൂട്ടത്തിൽ അമ്മമ്മയും. അമ്മമ്മയും അവരുടെ കൂടെ കൂടിയോ? മഹി അത്ഭുതപ്പെട്ടു. തണുപ്പത്ത് ഭക്ഷണം കഴിക്കും മുന്നേ ചെറുതടിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞ് അവിടെ കുത്തിയിരിപ്പുണ്ട്. പിന്നെ ചെറിയമ്മയും അമ്മയും അമ്മായിമാരും ഒക്കെ അതിനപ്പുറത്തെ മുറിയിലുണ്ട്. അപ്പോ കീത്തൂന്ന് എത്രയുമൊക്കെ? അവളുമാര് ഭർത്താക്കന്മാരോടൊപ്പം പൂളിലുണ്ട്. ഈശ്വര, ഈ തണുപ്പത്തോ? മഞ്ഞുള്ളപ്പോൾ വെള്ളത്തിലിറങ്ങുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് പോയേക്കുവാ. ഓ, എന്നാലും ഞാൻ ഓർക്കുവായിരുന്നേ. എന്തോന്ന്? മഹിയും ആമ്പലും ഒരുമിച്ചാണ് ചോദിച്ചത്. ഈ വട്ടുള്ളതുങ്ങളൊക്കെ കൂടി ഇത്ര കൃത്യമായി എങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ വന്നുപെട്ടു എന്ന് ഗൗരവം ഭാവിച്ച് ആലോചിക്കും പോലെ നിന്ന ആമിയയുടെ തോളിൽ മഹി ഒന്ന് തോണ്ടി. അതെ, ഞങ്ങളുടെ അമ്മമ്മയുടെ പ്ലാൻ ജസ്റ്റ് ഒന്ന് മിസ്സായതുകൊണ്ടാ. ഇല്ല നീയും പെട്ടേനെ. ഓടാ. അവനെ തള്ളിമാറ്റിയ ആമിയ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. മഹിയും ആമ്പലും അവളോടൊപ്പം ചേർന്ന് ചിരിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യമറിയാതെ കുട്ടികളും കൂടെ കൂടി. ന്യൂ ഇയർ ഈവിന് മുന്നേയുള്ള ഡിന്നർ 9 മണിക്ക് പൂൾ സൈഡിലായി ഒരുക്കിയിരുന്ന സ്ഥലത്ത് ആരംഭിച്ചിരുന്നു. റിസോർട്ടിൽ റൂം എടുത്തിരുന്നവരെല്ലാം അവരവർക്ക് റിസർവ് ചെയ്തിരുന്ന സീറ്റുകളിലേക്ക് എത്തുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫാമിലി ആയിരുന്നത് കൊണ്ട് തന്നെ മഹിയുടെ വീട്ടുകാർക്ക് വേണ്ടി എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രത്യേകം ടേബിൾ അറേഞ്ച് ചെയ്തിരുന്നു. ആ ഗ്രൗണ്ടിന്റെ ഒരു വശത്തായി അറേഞ്ച് ചെയ്തിരുന്ന താൽക്കാലിക സ്റ്റേജിൽ നടക്കുന്ന ലൈവ് മ്യൂസിക്കും ആസ്വദിച്ചുകൊണ്ട് അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ സ്റ്റേജിന് മുന്നിൽ തന്നെ അറേഞ്ച് ചെയ്തിരുന്ന ഡാൻസ് ഫ്ലോറിലേക്ക് നീങ്ങിയ കുറച്ചുപേർ ലൈറ്റ് മ്യൂസിക്കിനൊപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങിയത് കണ്ട് മഹി ആമ്പലിന്റെ കയ്യും പിടിച്ച് എഴുന്നേറ്റു. അത് കണ്ടതോടെ അവർക്ക് പിന്നാലെ താമയും അനിയും നേത്രയും കീത്തുവും അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം എഴുന്നേറ്റ് ഡാൻസ് ഫ്ലോറിലേക്ക് നീങ്ങി. പിള്ളേരും ഡാൻസ് കളിക്കാൻ നിർബന്ധം പിടിച്ചതോടെ ആമിയ അവരെയും കൊണ്ട് എഴുന്നേറ്റപ്പോൾ അമ്മമ്മയും ചാടി എഴുന്നേറ്റു. അമ്മ ഇതെങ്ങോട്ട് പോകുന്നു? വിജയച്ചൻ അന്താളിപ്പോടെ ചോദിച്ചു. Why should youngsters have all the fun? വിജയച്ചന് നേരെ പുച്ഛിച്ചുകൊണ്ട് അമ്മമ്മ അമ്മമാരുടെ നേരെ നോക്കി. വാടി പിള്ളേരെ, നമുക്കും കൂടി ഒന്ന് ഡാൻസ് കളിച്ചിട്ട് വരാം. അതെ, അധികം കിടന്ന് തുള്ളിച്ചാടണ്ട, പ്രഷറൊക്കെ ഉള്ളതാ. നീ പോടാ ചള്ളിച്ചക്ക, നിങ്ങ വരുന്നേ പാടി പിള്ളേരെ. കേൾക്കാൻ നിന്നിരുന്നത് പോലെ അമ്മമാരും ചെറിയമ്മയും ചാടി എഴുന്നേറ്റതോടെ വിജയച്ചനും ബാക്കിയുള്ളവരും ഒരു ചെറുതുകൂടി അടിക്കാൻ പ്ലാനിട്ട് അവിടെ തന്നെ ഇരുന്നു. അമ്മമ്മയുടെ മാരകമായ ഡാൻസ് കണ്ട് കിളി പോയി നിൽക്കുന്നതിനിടയിലാണ് കുറച്ചപ്പുറത്തായി നിളക്കുട്ടിയുടെ പ്രായമുള്ള ഒരു സുന്ദരിക്കുട്ടി അവളുടെ അച്ഛനോടൊപ്പം ഡാൻസ് കളിക്കുന്നത് മഹി ശ്രദ്ധിച്ചത്. അവനത് ആദിക്കുട്ടനെ ചൂണ്ടിക്കാട്ടി. ദേടാ ആദി, ആ കൊച്ചെങ്ങനെയുണ്ട്? മൈക്കിൾ ജാക്സനെ അനുകരിക്കുന്നതിനിടയിൽ അവൻ മഹിയെ നോക്കി തംസപ്പ് കാട്ടി. എങ്കിൽ നമുക്ക് അതങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേടാ? ആമ്പലിന്റെ ആ ചോദ്യത്തിനും പെരുവിരൽ ഉയർത്തിക്കാട്ടിയ ശേഷം അവൻ ഡാൻസ് തുടർന്നു. അല്പനേരത്തെ ഡാൻസിന് ശേഷം അമ്മമ്മയും അമ്മമാരും ഡാൻസ് നിർത്തി മറ്റുള്ളവർ കളിക്കുന്നത് കാണാനായി നിന്നു. മഹിയും ബാക്കിയുള്ളവരും പിന്നെയും ഡാൻസ് തുടർന്നു.
കുറെ സമയത്തിന് ശേഷം തിന്നതെല്ലാം ദഹിച്ചു കഴിഞ്ഞ് വീണ്ടും വിശക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ തിരികെ ടേബിളിനരികിലേക്ക് നടന്നത്. തിരികെ നടക്കുന്നതിനിടയിൽ മഹി ആ സുന്ദരിക്കുട്ടിയെയും അവളുടെ അച്ഛനെയും ആമിയയ്ക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. ആദിക്കുട്ടന് ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ട കാര്യവും പറഞ്ഞ് ചിരിക്കുന്നതിനിടയിലാണ് ആമിയ ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചത്. ഏയ് ഗിൽബർട്ട്! ആമിയ ഉറക്കെ വിളിച്ചത് കേട്ട് ആ ചെറുപ്പക്കാരൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഏയ് ആമി! അയാൾ ആ പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് അവർക്കരികിലേക്ക് ധൃതിയിൽ വന്നു. ഓ മൈ ഗോഡ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്! താനെങ്ങനെ ഇവിടെ? ഇവരോടൊപ്പം. ആമിയ കൂടെ നിന്നവരെ ചൂണ്ടിക്കാട്ടിയിട്ട് അവരെ ഓരോരുത്തരെയായി ഗിൽബർട്ടിന് പരിചയപ്പെടുത്തി. ഇത് ഗിൽബർട്ട്, MSR IT കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. അവൾ അയാളെ തിരിച്ചും എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഇതെന്റെ മോളാണ് കേട്ടോ, ഏഞ്ചൽ. തന്റെ വലിയ കണ്ണുകൾ വിടർത്തി അവരെ സാഗൂതം നോക്കി നിന്ന മോളെ അവൻ പരിചയപ്പെടുത്തി. ഹായ്. ഏഞ്ചൽ എല്ലാവരെയും നോക്കി കൈവീശി. നിളക്കുട്ടി ഉടനെ തന്നെ അവളോടൊട്ടി. വൈഫ്? ആമിയെ ചോദിച്ചു. ഗിൽബർട്ടിന്റെയും മകളുടെയും മുഖം ഒരുപോലെ മങ്ങി. ഷീ ഈസ് നോ മോർ. ഓ, ഐ ആം സോറി. ഇറ്റ്സ് ഓക്കെ ആമി. ബെനീറ്റ, അതായിരുന്നു പേര്. ഞങ്ങൾ ഓസ്ട്രേലിയയിലായിരുന്നു. ഇവൾ ജനിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെച്ച് അവൾക്കൊരു അസുഖം വന്നതാ. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഇവിടെ ഇപ്പോ ബാംഗ്ലൂർ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. റിയലി? ഞങ്ങളുടെ കമ്പനിയും അവിടെ വൈറ്റ് ഫീൽഡിലാണ്, VVIT സൊല്യൂഷൻസ്. ഓ യെസ്, കേട്ടിട്ടുണ്ട്. ഗിൽബർട്ട്, ഇന്നിന് ഞങ്ങളോടൊപ്പം കൂടാം. ഈ ന്യൂ ഇയർ ഇവ് നമുക്ക് ഒന്നിച്ചാഘോഷിക്കാം. കമോൺ. മഹി ക്ഷണിച്ചപ്പോൾ ഗിൽബർട്ട് സങ്കോചത്തോടെ ആമിയയെ നോക്കി. അവൾ ചിരിച്ചുകൊണ്ട് അയാളുടെ കൈ കവർന്നു. വരൂന്നേ. ടേബിളിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ നിളക്കുട്ടി ഏഞ്ചലിനെ ആദിക്കുട്ടനും ആൽബിക്കുട്ടനും പരിചയപ്പെടുത്തുകയായിരുന്നു. അമ്മമ്മ മുട്ടുകൈ കൊണ്ട് മഹിയെ മെല്ലെ ഒന്ന് തട്ടി. എന്താ? ആമ്പലിന്റെ കൈയും ഓർത്തു പിടിച്ച് നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. എടാ, ആ ചെക്കനെ ആമിക്ക് പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? കാണാനും തരക്കേടില്ല. നമുക്ക് ഈ കാര്യം ഒന്നങ്ങോട്ട് ആലോചിച്ചാലോ? അവൻ നടപ്പു നിർത്തി അമ്മമ്മയെ നോക്കി. അതോടെ ആമ്പലു നിന്നു. എന്താ പ്രശ്നം? അവൾ ചോദിച്ചു. അമ്മമ്മ ആ ഗിൽബർട്ടിനെ നമ്മുടെ ആമയ്ക്ക് വേണ്ടി ആലോചിക്കാൻ പോവുകയാ. ഈശ്വര! ആമ്പൽ തലയിൽ കൈവച്ചു. അതിന് നിങ്ങൾ എന്തിനാ പിള്ളേരെ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? നീയൊക്കെ കണ്ടോ, ഞാനിത് മണി പോലെ നടത്തിയെടുക്കും. അവരെ നോക്കി കെറിവിച്ചിട്ട് അമ്മമ്മ ടേബിളിന് മുന്നിലെ കസേരയിലേക്ക് ഇരുന്ന് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഗിൽബർട്ടും ഏഞ്ചലും അങ്ങനെ അവരോടൊപ്പം കൂടി. ആമിയ അയാളെയും കുഞ്ഞിനെയും ബാക്കിയുള്ളവർക്ക് കൂടി പരിചയപ്പെടുത്തി. ഡാൻസിന്റെ കസർത്ത് കാരണം കഴിച്ചിരുന്ന ഭക്ഷണമെല്ലാം ദഹിച്ചിരുന്ന അവർ വീണ്ടും ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് പുതുവർഷം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള കൗണ്ട് ഡൗൺ സ്റ്റേജിൽ നിന്നും ആരംഭിച്ചത്. 5, 4, 3, 2, 1, 0. Hey, let's welcome a happy new year! ആർപ്പുവിളികൾ മുഴങ്ങി. ആകാശത്ത് പല വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് അമിട്ടുകൾ വിരിഞ്ഞു. കുട്ടികൾ കൈകൊട്ടി ആർത്തു വിളിച്ചു. ആകാശത്തെ മനോഹരിയാക്കിയ ആ വർണ്ണപ്രപഞ്ചം ആസ്വദിച്ചുകൊണ്ട് മഹി ആമ്പലിനെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. തൊട്ടടുത്തു തന്നെ നേത്രയും പ്രദീപും കീത്തുവും വിൻസെന്റും സന്തോഷും അനിതയും ശരത്തും താമിയും നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരുടെയും നടുക്ക് അവരെ കൂട്ടിയോജിപ്പിക്കുന്ന സ്നേഹത്തിന്റെ കണ്ണി പോലെ നിന്ന അമ്മമ്മയോട് ചേർന്ന് ആമി നിന്നപ്പോൾ പുതിയ കൂട്ടത്തിന്റെ അപരിചിതത്വം ഗിൽബർട്ടിനെ അവളുടെ അടുത്തേക്ക് ചേർത്തു നിർത്തി. സന്തോഷത്തിൻ്റെതായ നല്ല നാളുകൾ വരാനിരിക്കുന്നതിന്റെ സൂചന പോലെ ആകാശത്തപ്പോഴും വർണ്ണങ്ങൾ കവിത രചിക്കുകയായിരുന്നു. ശുഭം. മഹിയുടെയും ആമ്പലിന്റെയും ജീവിതം ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങുകയാണ്. കൂട്ടത്തിൽ യാമിയയുടെയും ഗിൽബർട്ടിന്റെയും. ഈ കഥയ്ക്ക് നിറഞ്ഞ സ്നേഹവും സപ്പോർട്ടും നൽകി കൂടെ നിന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. പുതിയ കഥയുമായി ഉടൻ വീണ്ടും കാണാം. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകളും ഷെയറുകളും ചെയ്ത്
സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. See you soon.